നിങ്ങൾ നിങ്ങളുടെ ഗോളുകൾ പോയി ആൾക്കാരോടെല്ലാം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡോപ്പമിൻ ആക്ടിവേറ്റഡ് ആയി. നിങ്ങളുടെ ഡോപ്പമിൻ ഹെവിലി ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞപ്പോൾ ഈ ഷെയർ ചെയ്ത് അവസാനം നിങ്ങളുടെ ഡോപ്പമിൻ മുഴുവൻ എവിടുന്നാണ് വരുന്നത്? നിങ്ങളുടെ ഡോപ്പമിൻ മുഴുവൻ വരുന്നത് എവിടുന്നാണ്? എന്തുകൊണ്ട് നിങ്ങളുടെ ഗോളുകൾ വേറെ ആൾക്കാരോട് ഷെയർ ചെയ്യരുത്? എന്നോട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നാണ്, എൻ്റെ വലിയ സ്വപ്നങ്ങൾ, എൻ്റെ വലിയ ഗോളുകൾ ഞാൻ വേറെ ആൾക്കാരോട് ഷെയർ ചെയ്തോട്ടെ? ഷെയർ ചെയ്യുമ്പോൾ ഒരുപാട് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ടീച്ചേഴ്സൊക്കെ പറയുന്നത് നമ്മുടെ ഗോൾ ഉണ്ടാക്കണം, അത് നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ് വാല്യൂ കിട്ടുന്നത്. ഷെയർ ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേറൊരു ആംഗിളിലാണ്. അതായത് നിങ്ങളുടെ ബ്രെയിനിൽ ഈ റെഡ് ഏരിയയിൽ കാണുന്ന സ്പേസ്, ഇതിന് പേരാണ് ന്യൂക്ലിയസ് അക്കംബൻസ്. ഈ ന്യൂക്ലിയസ് അക്കംബൻസ് എന്താണെന്നും എങ്ങനെയാണ് ഇത് നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് ഞാൻ ഇന്ന് നിങ്ങളുടെ ഈ കോൺവെർസേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവുകയാണ്. അപ്പം നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ, നിങ്ങൾ സാധാരണഗതിയിൽ നിങ്ങൾ വേറെ ആളുടെ ഗോൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിന് ബേസിക്കലി ഡോപ്പമിൻ ആക്ടിവേറ്റഡ് ആകും. ഡോപ്പമിൻ എന്താണ്? ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഗോൾ ഷെയർ ചെയ്യുമ്പോൾ ഈ ന്യൂക്ലിയസ് അക്കംബൻസ് എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ആക്ടിവേറ്റഡ് ആവും. ഈ ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഈ ന്യൂക്ലിയസ് അക്കംബൻസ് പറയുവാണ് ഡോപ്പമിൻ റിലീസ് ചെയ്യാം. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഒരു ന്യൂറോൺ ഉണ്ട്. അപ്പോൾ ആ ന്യൂറോണ് ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ന്യൂറോണിന് ഇവിടെ ഇരുന്നിട്ട് അടുത്ത ന്യൂറോണുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സ്ഥലത്ത് ചില ഇലക്ട്രിക് സിഗ്നൽസ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രിക് സിഗ്നൽസ് പിക്കപ്പ് ചെയ്തിട്ടാണ് അടുത്ത ന്യൂറോണിലേക്ക് ആ കോൺവെർസേഷൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു ബ്രെയിനിൽ നിന്ന് ഈ ഒരു ബ്രെയിനിൻ്റെ ഒരു സെല്ലാണിത്, ഇത് വേറൊരു സെല്ലാണ്. അപ്പോൾ ഈ സെല്ലുകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വരുത്തുന്ന ഇലക്ട്രിക് സിഗ്നലുകൾക്ക് പറയുന്ന ചെറിയ ലൈറ്റ് ഇലക്ട്രിസിറ്റിയേ ഉള്ളൂ. ആ ഇലക്ട്രിക് സിഗ്നലിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. ഇതാണ് സാധാരണ രീതിയിൽ ഹാപ്പിനെസ്സുമായിട്ട് അസോസിയേറ്റഡ് ആയിരിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ യൂഷ്വലി നമ്മൾ ഹാപ്പി ആകുന്ന സമയത്ത്, നമ്മൾ ഗോൾ അച്ചീവ് ചെയ്യുന്ന സമയത്ത് സപ്പോസിറ്റ്ലി ഈ ഡോപ്പമിൻ റിലീസ് ആകുന്നു എന്നുള്ള കോൺസെപ്റ്റാണ്. നമ്മുടെ ഫ്രണ്ട്സിനെ കാണുമ്പോൾ നമുക്ക് ഇതുപോലെ വേറെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞുകൊണ്ട്, സെറാട്ടോണിൻ ഉണ്ട്. അതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റുകളിൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ ഡോപ്പമിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഡോപ്പമിനാണ് നമ്മളെ സംബന്ധിച്ചോളം ഒരാൾ നമ്മളെ ടാഗ് ചെയ്യുവാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഫേസ്ബുക്കിൽ പോയിട്ട് നമ്മൾ ഒരാളെ ടാഗ് ചെയ്യുവാണെങ്കിൽ, മെറ്റയിൽ പോയി ടാഗ് ചെയ്യുവാണെങ്കിൽ, ഇൻസ്റ്റഗ്രാമിൽ നമ്മളോട് ഒരാൾ റിപ്ലൈ ചെയ്യുവാണെങ്കിൽ, ഒരാൾ നമ്മളെ ഹാർട്ട് ചെയ്യുവാണെങ്കിൽ, ഇവിടെ എല്ലാം ഈ ഡോപ്പമിൻ സ്ക്വാട്ട് ഉണ്ടാകും. സ്ക്വാട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ഡോപ്പമിൻ ചെറിയ രീതിയിൽ നമ്മളുടെ ബ്രെയിനിൽ കുറേ സെല്ലുകൾ റിലീസ് ചെയ്യും. ഒരു സെല്ല് റിലീസ് ചെയ്യുമ്പോൾ അടുത്ത സെല്ല് ഇത് കണ്ട് എക്സൈറ്റഡ് ആയി അതർ സെല്ല് റിലീസായി, അങ്ങനെ റിലീസ്ഡ് ആയിട്ട് ബ്രെയിനിലൂടെ ഈ പറഞ്ഞ പോലെ ഒരു ഹാപ്പിനെസ് ഹോർമോൺ സ്പ്രെഡ് ചെയ്യുവാണ്. അതും ഗോളും തമ്മിൽ എന്ത് ബന്ധം? ഇതും ഗോളും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചോളം ഈ ഡോപ്പമിനെ കുറിച്ചുള്ള അഡ്വാൻസ് ആയിട്ടുള്ള സ്റ്റഡീസ് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഡോപ്പമിൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആകുന്നത് നമ്മൾ ഒരു ഗോൾ അച്ചീവ് ചെയ്യുമ്പോഴല്ല. ഏറ്റവും കൂടുതലായിട്ട് ഈ ഡോപ്പമിൻ ആക്ടിവേറ്റഡ് ആകുന്നത് പെർസ്യൂട്ടിലാണ്. അപ്പം അതിനെക്കുറിച്ച് ന്യൂറോ സയൻറ്റിസ്റ്റുകൾ പറയുന്ന ഒരു വൊക്കാബുലറി എന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ പറയുന്ന പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായില്ല, അമേരിക്കയിൽ നമ്മൾ ഒരു ഫൗണ്ടിങ് പ്രിൻസിപ്പിളായിട്ട് പറയുന്ന ഒരു സാധനമാണ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. ലൈഫ്, ലിബർട്ടി ആൻഡ് പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. അപ്പോൾ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്സിനെ നമ്മൾ അന്വേഷിച്ച് പോവാണ്. ആ സമയം തിരിച്ചാണ് ന്യൂറോളജിക്കലി നമുക്ക് കാണാൻ പറ്റുന്നതെന്ന്. ബിസിനസ്സുകാരുടെ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ റിയലൈസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ന്യൂറോളജിക്കലി അവരുടെ ഫിനോമിനൻ എന്ന് വെച്ചാൽ ഹാപ്പിനെസ് ഓഫ് പെർസ്യൂട്ട് ആണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ഒരുപക്ഷെ വളരെ ചലഞ്ചിങ് ആയിരുന്നൊരു ഗോൾ ഇട്ടു, റീസണബിൾ ആയിട്ടുള്ള എന്നാൽ ചലഞ്ചിങ് ആയിട്ടൊരു ഗോൾ ഇട്ടു. അതിനെ പെർസ്യൂ ചെയ്ത് പോകുന്നതിലുള്ള ഹാപ്പിനെസ് ആണ്. മറ്റു രീതിയിൽ പറഞ്ഞാൽ ആൻറ്റിസിപ്പേഷനിലാണ് ന്യൂക്ലിയസ് അക്കംബൻസ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായി ഡോപ്പമിൻ ഏറ്റവും കൂടുതൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റിസിപ്പേഷനിൽ ഡോപ്പമിൻ ഏറ്റവും കൂടുതൽ റിലീസ് ആകുന്നത് കൊണ്ട് എന്താ സിറ്റുവേഷൻ വെച്ചാൽ, ഈ ആൻറ്റിസിപ്പേഷനിലുള്ള നിങ്ങളുടെ ഡോപ്പമിൻ ആക്ടിവേഷൻ ആണ്. ഈ ഡോപ്പമിൻ്റെ ആക്ടിവേഷൻ ആണ് എന്ത് ചെയ്യിക്കുന്നത്? നിങ്ങളെ ആക്ഷൻ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പം ഡോപ്പമിൻ ഇങ്ങനെ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ കൊള്ളാലോ,
അതൊരു ഫീൽ ഗുഡാണ്, നമുക്ക് പോയി ചെയ്യാം എന്ന് തോന്നുവാണ്. ഫീൽ ഗുഡ് തോന്നിയില്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കാൻ വിചാരിക്കുവാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? നിങ്ങൾ നിങ്ങളുടെ ഗോളുകൾ പോയി ആൾക്കാരോടെല്ലാം ഷെയർ ചെയ്യുവാണ്. നിങ്ങൾ നിങ്ങളുടെ ഗോളുകൾ പോയി ആൾക്കാരോടെല്ലാം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡോപ്പമിൻ ആക്ടിവേറ്റഡ് ആയി. നിങ്ങളുടെ ഡോപ്പമിൻ ഹെവിലി ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കിട്ടി. ഈ സന്തോഷം കിട്ടിയപ്പോൾ നിങ്ങൾ വീണ്ടും വേറൊരു മനുഷ്യനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഈ ഗോള് വന്ന് ഷെയർ ചെയ്യുവാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ വേറൊരാളെ കണ്ടുപിടിച്ചു, അവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾ വീണ്ടും ഈ പറഞ്ഞ സെയിം ഗോള് പോയി ഷെയർ ചെയ്യുവാണ്. അപ്പം ഈ ഷെയർ ചെയ്ത് അവസാനം നിങ്ങളുടെ ഡോപ്പമിൻ മുഴുവൻ എവിടുന്നാണ് വരുന്നത്? നിങ്ങളുടെ ഡോപ്പമിൻ മുഴുവൻ വരുന്നത് എവിടുന്നാണ്? സംസാരത്തിൽ നിന്നാണ്. നിങ്ങൾക്കുള്ള അമ്യൂണേഷൻ, നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ആയുധങ്ങളെല്ലാം നിങ്ങൾ ഉപയോഗിച്ച് തീർന്നു പോയി. കാരണം ഡോപ്പമിൻ എന്ന് പറഞ്ഞ ആയുധം ഉപയോഗിച്ചാണ് നിങ്ങൾ ഗോളിനെ ഇതാക്കുന്നത്. ഈ ഡോപ്പമിൻ ഏറ്റവും കൂടുതൽ ലോങ്ങർ ടൈമിൽ നമുക്ക് ആക്റ്റീവായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നവരാണ് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ വിജയിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതിൽ ഏറ്റവും ഷോർട്ടർ ടൈം കീപ്പ് ചെയ്യുന്ന ആളായി നമ്മളെ സംബന്ധിച്ചോളം ഈ ആളെ കണ്ടപ്പോൾ നമുക്ക് ആവേശം കാരണം നമ്മൾ ഈ പറഞ്ഞ ചെന്ന് അവരോട് ഇമ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ ഗോൾ ഇതാണ്, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ വിഷമിക്കേണ്ട, ഇത് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങളോട് ഇതെനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് തന്നെ. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം ഞാനിതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ല. എൻ്റെ ജേണിയിൽ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും, ചെറുപ്പം മുതലേ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു എനിക്ക് തോന്നുന്നത്. അപ്പോൾ ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ ആ പറയുന്നത് കൊണ്ട് ഒരു സോഷ്യോളജിക്കലായിട്ടുള്ള വാല്യൂ ഉണ്ട്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. ആ സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൊണ്ട് ഉണ്ടാകുന്ന വാല്യൂവിനേക്കാളും കൂടുതൽ നമ്മളെ പുറകോട്ട് വലിക്കുകയാണ് ഈ ഡോപ്പമിൻ റിലീസ്, ഏർലി റിലീസ് ഉണ്ടാവുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ വളരെ ഹമ്പിളായിട്ട് നിങ്ങൾ ചെയ്യാനുള്ള ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. ഗോൾ ഷെയർ ചെയ്യുവാണെങ്കിൽ ആ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് ഇങ്ങനെ ഉണ്ട്, അത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം അപ്പൊ ആ ഒരു ഏർലി ഡോപ്പമിൻ റിലീസിന് പകരം നിങ്ങൾ ആ ഒരു ആക്ഷൻ എടുക്കേണ്ടതിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ പിന്നെയും റിയലൈസ് ചെയ്യുമോ, ഓക്കെ ആക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് തോന്നി നിങ്ങൾ അവിടെ നിന്ന് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളെ സംബന്ധിച്ചോളം ദയവ് ചെയ്ത് സ്ട്രേഞ്ചേഴ്സിനോട് നിങ്ങളുടെ വലിയ ഗോൾ ഷെയർ ചെയ്യരുത്. നിങ്ങൾക്ക് അതിനകത്ത് ഒരു ബിസിനസ് അഡ്വാൻറ്റേജ് ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അല്ലാത്ത ലെവലിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ന്യൂക്ലിയസ് അക്കംബൻസിനെ ലേൺ ചെയ്യുക, മനസ്സിലാക്കിയിട്ട് കൂടുതലായിട്ട് നമ്മൾ ബ്രെയിൻ ആൻഡ് ബിസിനസ് ടീമിൽ ന്യൂക്ലിയസ് അക്കംബൻസിനെ കുറിച്ച് വേറെ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള കോൺവെർസേഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കോള് ഷെയർ ചെയ്യുന്നത് ആക്ഷൻ ഇല്ലാതെ ഒരിക്കലും ഷെയർ ചെയ്യരുത്. നിവൃത്തിയുണ്ടെങ്കിൽ നിങ്ങളുടെ ഗോളിലേക്ക് എത്തി അച്ചീവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. സീ നെക്സ്റ്റ് ടൈം.